ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ നമ്മുടെ ബഡ്ജറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്, 2025 ബഡ്ജറ്റ്. അപ്പോൾ അതിന് എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് ആണ് ആ ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ മാർക്കറ്റ് ട്രേഡേഴ്സിന്, സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചെറിയ വീഡിയോ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh വരെ സീറോ ടാക്സ് ആണ്. 1 lakh മന്ത്ലി ഇൻകം ഉള്ളവർക്ക് സീറോ ടാക്സ് എന്ന് വെച്ചാൽ 12 lakh വരെ ഒരു രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട. പിന്നെ അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ 60,000 മുതൽ 80,000 വരെ ഓരോ കൊല്ലവും എക്സ്ട്രാ സേവിങ്സ് ഇങ്ങനത്തെ മിഡിൽ ഇൻകം ഫാമിലികളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ മിഡിൽ ഇൻകം ആണ് കൺസ്യൂമേഴ്സ് മെയിൻ ആയിട്ടും. അപ്പൊ കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടായാൽ അവർ കൂടുതൽ കൺസ്യൂം ചെയ്യും. പക്ഷെ അപ്പൊ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കും, കൂടുതൽ സർവീസസ് യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലായും ഈ ബഡ്ജറ്റിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് FMCG സെക്ടേഴ്സിലാണെന്ന്. FMCG റിയൽറ്റി സ്റ്റോക്സ് എന്നൊക്കെ ഇതിൽ പറയുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ ബെനിഫിറ്റ് വരാൻ പോകുന്ന FMCG സെക്ടറിലാണ്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, പിന്നെ ഇലക്ട്രോണിക്സ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, അതിനൊക്കെയാണ് ബെനിഫിറ്റ് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഈ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് എന്തായാലും ഈ ബഡ്ജറ്റ് കാരണം ഉണ്ടാവും തോന്നുന്നില്ല. ചിലപ്പോൾ നെക്സ്റ്റ് ക്വാർട്ടർ ആവുമ്പോഴേക്കൊക്കെ ഈ FMCG സെക്ടറിലെ സ്റ്റോക്സ് റാലി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മള് ബഡ്ജറ്റ്, അതായത് കൺസ്യൂമേഴ്സ്, FMCG, ടൂറിസം, കാരണം ടൂറിസ്റ്റ് കൂടുതൽ കയ്യിൽ ഇഷ്ടംപോലെ എക്സ്ട്രാ ക്യാഷ് ഉണ്ടെങ്കിൽ ആൾക്കാർ യാത്ര ചെയ്യും, ടൂറ് പോവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കമ്പനികൾ, ഇലക്ട്രോണിക് കമ്പനികൾ, എന്തായാലും ഇനി ചൂട് വരാൻ പോവാണ്. അപ്പൊ AC പോലത്തെ പ്രോഡക്റ്റ്, കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ്, ലാപ്ടോപ്പ്, മൊബൈല്, അതിനൊക്കെ നല്ലൊരു ബുള്ളിഷ് മൊമെന്റം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മള് മാർക്കറ്റ് ട്രേഡേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സംഗതി ഈ ബഡ്ജറ്റിൽ ഇല്ലായിരുന്നു. കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ്. കാരണം STCG, LTCG, STT ഇതൊക്കെ ഒരു അല്പമെങ്കിലും കുറയ്ക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പലരും, എന്നാൽ അത് ഉണ്ടായില്ല. അപ്പൊ അതിന്റെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ഇത്ര നല്ലൊരു ബഡ്ജറ്റ് വന്നിട്ടും, അതായത് 2 ലക്ഷം 2.5 ലക്ഷം, മാക്സിമം പോയ 5 പ്രതീക്ഷിച്ചത് ടാക്സ്, ഇൻകം ടാക്സ് എക്സംഷൻ, പക്ഷേ 12 ലക്ഷം വരെയൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഡിക്ലറേഷനാണ് ഉണ്ടായത്. എന്നിട്ടും എന്തുകൊണ്ട് മാർക്കറ്റ് റാലി ചെയ്തില്ല എന്ന് ഒരു സംശയം ഉണ്ടാവും. ബഡ്ജറ്റ് എന്തായാലും റാലി ചെയ്യില്ല, അധികവും വോളറ്റൈൽ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. മൂവ് വരാത്തതിന്റെ ഒരു കാരണം ഒന്നുകൂടി ഉണ്ട്, അതായത് ഇന്റർനാഷണൽ ന്യൂസ്. അതായത് ട്രംപ് ഇമ്പോസസ് ടാരിഫ്. ഈ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്ന ന്യൂസ് വന്നുകൊണ്ടുകൂടിയാണ് കുറച്ചൊരു, അതായത് ആ മൂവ്, ആ ബഡ്ജറ്റിന്റെ ആ പോസിറ്റിവിറ്റി മൊത്തം മാർക്കറ്റിൽ കാണാത്തത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 25% കാനഡയുടെ മേലെയും പിന്നെ കനേഡിയൻ എനർജി ഫേംസിന്റെ മേലെ 10%, മെക്സിക്കോന്റെ മേലെയൊക്കെ ട്രംപ് ടാക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അറിയാലോ, ഒരു അഗ്രസീവ് മൂവാണ് അദ്ദേഹത്തിന്റെ. എല്ലാ അഗ്രസീവായ മൂവ്സ് ആണ് പുള്ളിയുടെ എല്ലാം. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രോഡക്ട്സിന്റെ മേലെ ടാക്സ് വരും എന്നൊരു ആശങ്ക തീർച്ചയായും ഇൻവെസ്റ്റേഴ്സിന്റെ മേലെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പോസിറ്റീവായ ബഡ്ജറ്റ് വന്നിട്ട് കൂടി നമുക്ക് അതുപോലെ ഒരു മൂവ് മാർക്കറ്റിൽ കാണാൻ സാധിക്കാത്തത്. അപ്പോ സ്വാഭാവികമായും ഇന്ത്യയുടെ മേലെ ടാരിഫ് ഇല്ല ആസ് ഓഫ് നൗ. അപ്പോ ആ ഭയം ഇല്ലാതായിരിക്കുന്നു. അപ്പൊ ഇനിയും ബഡ്ജറ്റിന്റെ ആ പോസിറ്റിവിറ്റി മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ബഡ്ജറ്റ് വീണ്ടും മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഒരു ടേൺ അറൗണ്ട് സംഭവിക്കുകയാണെങ്കിൽ നല്ല ബുള്ളിഷ്നെസ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ FMCG കമ്പനികളാണ്. ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ, വരുൺ ബെവറേജസ്, ഈ ലിസ്റ്റിൽ കാണുന്ന പോലത്തെ കമ്പനികൾ FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോ ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം കുറേയൊക്കെ നല്ലൊരു ബിയറിഷ് മൂവില് വന്നിട്ട് വളരെ ഡിസ്കൗണ്ടിലാണ് പല കമ്പനികളുടെയും ഷെയർസ് ഇപ്പോൾ.
കാരണം അറിയാലോ, ഒരു പോസിറ്റിവിറ്റിയും ഇല്ലാത്തൊരു ഒരു കാലഘട്ടം ആയിരുന്നു കഴിഞ്ഞ 2 മാസം അല്ല. അപ്പോ ആ സമയത്തിന്റെ ഒരു ഇമ്പാക്റ്റ്, ആ ബിയറിഷ് മൊമെന്റത്തിന്റെ ഇമ്പാക്റ്റിൽ കുറെ അങ്ങ് താഴോട്ട് വന്നിട്ടുണ്ട് കുറെ കമ്പനികളുടെ പ്രൈസ്. അപ്പൊ ഡിസ്കൗണ്ടിൽ മേടിക്കാൻ, ഈ ഡിസ്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു സുവർണാവസരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യണം, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ മൂവ് വരുന്നത് ഈ FMCG കമ്പനികളിലായിരിക്കും. അപ്പൊ അതാണ് എൻ്റെ ഒരു അസസ്മെന്റ് ബഡ്ജറ്റിന്റെ. പക്ഷെ ഇപ്പോഴൊക്കെ ഒരു നെക്സ്റ്റ് ക്വാർട്ടർ ഒക്കെ ആകുമ്പോഴേക്കാണ് ഇത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഡ്രൈ പീരീഡിന്റെ ആ ഇമ്പാക്റ്റിലാണ് ഇപ്പോഴും. അപ്പൊ അതൊന്ന് റിക്കവർ ചെയ്ത് കമ്പനീസ് മൊത്തം മാർക്കറ്റും ബുള്ളിഷ് മൊമെന്റത്തേക്ക് പോകാൻ കുറച്ച് ടൈം എടുക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഒരാഴ്ച കൊണ്ടോ ഒന്നും സംഭവിക്കും തോന്നുന്നില്ല, 1-2 ദിവസം കൊണ്ടോ ഒന്നും സംഭവിക്കും തോന്നുന്നില്ല. മേ ബി നെക്സ്റ്റ് ക്വാർട്ടർ ആകുമ്പോഴേക്കും അങ്ങനെ സംഭവിച്ചേക്കാം. ഇനി നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ്, സ്വിംഗ് ട്രേഡേഴ്സ് എന്ന നിലയ്ക്ക്. അപ്പോൾ നിഫ്റ്റിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നിഫ്റ്റി ഇത് ബഡ്ജറ്റ് ഡേ ക്യാൻഡിലാണ്. ഒരു ഡോജി, റെഡ് കളർ ഡോജിയാണ് ഫോം ചെയ്യുന്നത്. ഈ ഡോജിയുടെ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് 200 EMA ആണ്. ഈ 200 EMA ടച്ച് ചെയ്ത് റിജക്ഷൻ അടിച്ചു, താഴെ പോയി ഇവിടുന്ന് റിജക്ഷൻ അടിച്ച് ഒരു ഡോജി ഫോം ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൂവ് വരാനാണ് എങ്കിൽ എനിക്ക് തോന്നുന്നത് ആദ്യം ഈ 200 EMA എന്ന് വെച്ചാൽ ഈ ഡോജിയുടെ ടോപ്പ് 200 EMA ഡോജിയുടെ ടോപ്പും അത് ഓപ്പണിംഗ് പോയിന്റ് ഏതാണ്ട് സെയിം ആണ് ഇവിടെ. അപ്പോൾ ആ ഒരു പോയിന്റ് ക്രോസ് ചെയ്ത് നല്ല ഹെൽത്തി ആയ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്, നല്ലൊരു മൂവ് മേലോട്ട് വരണമെന്നുണ്ടെങ്കിൽ. അത് ചിലപ്പോൾ അടുത്ത ആഴ്ച സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മൾ മറ്റു വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്ന സ്വിംഗ് സ്റ്റോക്സ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ റിട്ടേൺ തന്നേക്കാം. ചിലപ്പോൾ അടുത്ത ആഴ്ചയും ഇതേപോലെ സൈഡ് വൈസ് മൊമെന്റം മാത്രം ഉണ്ടായിട്ട് പിന്നെ അതിന്റെ അടുത്ത ആഴ്ച ആയിരിക്കും. അത് മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് എക്സാക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. അപ്പൊ എന്തായാലും ബഡ്ജറ്റ് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എത്ര പെട്ടെന്ന് അത് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യും നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ്. ഇതിന്റെ മുകളിലേക്ക് പോയിട്ട് നല്ലൊരു ബുള്ളിഷ് മൊമെന്റം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അഗ്രസീവായിട്ട്, ഓൾറെഡി നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നവരാണെന്ന് അറിയാം, ഒന്നും കൂടി അഗ്രസീവായിട്ട് സ്വിംഗ് ട്രേഡിംഗ് പെർസ്യൂ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്റെ വ്യൂ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, അല്ലാതെ ബൈ ഓർ സെൽ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. ജസ്റ്റ് ബഡ്ജറ്റിന്റെ ഒരു അനാലിസിസ് നമുക്ക് തോന്നുന്നൊരു കാര്യം പറഞ്ഞാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തു. അപ്പോൾ അതിന് താല്പര്യമുള്ള ആൾക്കാർക്ക്, നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്, അതൊരു സോഴ്സ് ഓഫ് ഇൻകം ആക്കി ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. 2000 രൂപയാണ് കോഴ്സ് ഫീ. താഴെ എൻ്റെ ടെലഗ്രാം വാട്സാപ്പ് നമ്പറുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു.